അടുത്തത് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയാൻ വേണ്ടി പോകുന്നത്. 8+2√15 വർഗ്ഗമൂലം എത്ര? അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം √8+2√15 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ചെയ്യാൻ നമുക്ക് എളുപ്പമാർഗ്ഗം ഇതിനകത്ത് രണ്ട് സംഖ്യകളെ നോട്ട് ചെയ്യുക. ഒന്ന് 8 എന്ന് പറയുന്ന സംഖ്യ ഇങ്ങ് പുറത്തെടുക്കുക, അതിൽ റൂട്ടിനകത്തുള്ള 15 എന്ന് പറയുന്ന സംഖ്യയും പുറത്തെടുക്കുക. എന്നിട്ട് ആലോചിക്കുക, രണ്ട് എണ്ണൽ സംഖ്യകൾ, ആ രണ്ട് എണ്ണൽ സംഖ്യയെ തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ 8 കിട്ടണം, ആ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 15 കിട്ടണം. മനസ്സിലായല്ലോ? ആ സംഖ്യകൾ പറഞ്ഞപ്പോൾ ഏതൊക്കെയായിരിക്കും സംഖ്യകൾ? ഇൻറ്റു ചെയ്യുമ്പോൾ 15, 5 × 3, ആ 5 3 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 8 കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 5, 3 എന്നിവയാണ് സംഖ്യകൾ. അപ്പോൾ നമുക്ക് വർഗ്ഗമൂലം സ്ക്വയർ റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാൾക്കും റൂട്ട് കൊടുക്കുക. √5 എന്നും കൊടുക്കുക, √3 എന്നും കൊടുക്കുക. ഇനി നടുക്കൊരു സൈൻ കൊടുക്കണം. ആ സൈൻ ഇവിടെ നിന്നാണ്. ആ നടുക്ക് നമ്മുടെ ചോദ്യം നടുക്കൊരു പ്ലസ് വന്നിരിക്കുന്നു. ആ പ്ലസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ √5 + √3. നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ പുതിയ അപ്ഡേറ്റ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടുന്നതായിരിക്കും ഇതിൻ്റെ അത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 9+2√20 വർഗ്ഗമൂലം എത്ര? 7-2√10 വർഗ്ഗമൂലം എത്ര? 12+2√35 വർഗ്ഗമൂലം എത്ര? ചെയ്ത് നോക്കുക. ആദ്യം ചോദ്യം വായിക്കുക. ഒരു ചതുരത്തിൻ്റെ നീളം 20% വർദ്ധിപ്പിക്കുകയും വീതി 10% കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് ഡാഷ്. ഇങ്ങനെയുള്ള ജോമെട്രിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അത് ചതുരമാകാം, സമചതുരമാകാം, വൃത്തം, അങ്ങനെ പല പല രൂപത്തിൻ്റെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഞാൻ ചതുരത്തിനെയാണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. ഇപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ ഒരു ചതുരമുണ്ട്, ആ ചതുരത്തിനൊരു നീളമുണ്ട്, വീതിയുണ്ട്, അതിന് പരപ്പളവുണ്ട്, ചുറ്റളവ്, ഇതെല്ലാം ഉള്ള ഒരു ചതുരം ഇവിടെ ഉണ്ട്. ആ ചതുരത്തിനെയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചതുരം, ആ ഇൻഷ്യൽ ഏരിയ അഥവാ ആദ്യം ഇപ്പോൾ ഉള്ള ആ ചതുരത്തിൻ്റെ പരപ്പളവ് അതാ ഏരിയ എന്ന് പറയുന്നത് 100 എന്ന് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ പറയുന്നു ആ ചതുരത്തിൻ്റെ നീളവും വീതിയുമാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പം പരപ്പളവ് എത്രയുണ്ട്? ആ 100 എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ട്. ആ 100ൻ്റെ എത്ര ശതമാനം? 20% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ 120/100 എന്നാവും. ഇനി വീതി 10% കുറച്ചു എന്നാണ്. അപ്പോൾ 10% കുറയെന്ന് വെച്ചാൽ എത്ര ശതമാനം? 90% എന്നാണ്. ഇനി നമുക്ക് വെട്ടിക്കളയാം. 100 100 വെട്ടിപ്പോയി, 0 0 വെട്ടിപ്പോയി, 0 0 വെട്ടിപ്പോയി. 12 × 9 എന്ന് വെച്ചാൽ എത്രയാണ്? 108 എന്നാണ്. അപ്പോൾ നമുക്ക് പറയാം 100 ആയിരുന്നു ആദ്യത്തെ ഏരിയ, ഇപ്പം 108 ആയി. അപ്പം നമുക്ക് എന്ത് പറയാം? 100 108 ആയി എന്ന് പറയുമ്പോൾ എത്ര? 8% വർദ്ധിച്ചു. കണ്ടോ? അപ്പം ചതുരത്തിൻ്റെ നീളം 20% വർദ്ധിപ്പിച്ചു, 10% കുറയ്ക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ പരപ്പളവ് എന്തായി? 8% വർദ്ധിച്ചു എന്നാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 2 ക്വസ്റ്റ്യൻ. ഒന്നാമത്തത്, ഒരു ചതുരത്തിൻ്റെ നീളം, വീതി ഇവ യഥാക്രമം 25%, 8% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ നീളം 5% വർദ്ധിപ്പിക്കുകയും വീതി 20% കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് ഡാഷ്. ചെയ്ത് നോക്കുക. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ഒരു സംഖ്യയുടെ 35%-നോട് 260 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? ഇതിൻ്റെ ആദ്യം നമ്മളിപ്പോൾ അതിൻ്റെ ഒറിജിനൽ മെത്തേഡാണ് പറയുന്നത്. അതിന് ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്. രണ്ടും നമ്മൾ പറയും. അപ്പോൾ ആദ്യം നമ്മുടെ ഒറിജിനൽ മെത്തേഡ് പറയുകയാണ്. ആ ചോദ്യം ഒന്ന് വായിക്കുക. സംഖ്യയുടെ 35%-നോട് എന്ന് പറയുമ്പോൾ നമ്മൾ സംഖ്യ എന്ന് പറയുന്ന ആളെ നമ്മൾ എക്സ് എന്ന് അങ്ങോട്ട് എടുക്കുക. സംഖ്യ = എക്സ്. ഇനി എന്താ? സംഖ്യയുടെ 35%-നോട് എന്ന് വെച്ചാൽ എക്സ് × 35%. എന്നിട്ട് അതിനോട് എത്ര കൂട്ടണം? 260 കൂട്ടണം. അപ്പോൾ എന്തിന്? സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ സംഖ്യയുടെ എക്സിൻ്റെ 35%-നോട് 260 കൂട്ടിയാൽ എക്സ് തന്നെ കിട്ടും, സംഖ്യ തന്നെ കിട്ടും. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ
ഈ 35ഉം 100 കൂടെ വേണമെങ്കിൽ ചെറുതാക്കാം. എത്ര? 5ൻ്റെ പട്ടികയിൽ. അപ്പോൾ മുകളിൽ 7 വരാം, താഴെ 20 വരാം. അപ്പോൾ 7x/20 പ്ലസ് 260 എക്സ്. നമുക്ക് 260 ഇവിടെ നിർത്തിയേക്കാം. അപ്പുറത്തൊരു എക്സ് ഉണ്ട്. ഈ പ്ലസ് 7x/20 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 7x/20 എന്നാവും. 260 അങ്ങനെയൊക്കെ തന്നെ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 20 × x എത്ര? 20x. 20x 7x പോയാൽ 13x/20 എന്ന് കിട്ടും. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഇസിക്കൽ എത്രയായിരിക്കാം? അപ്പുറത്ത് 260 ഉണ്ട്. ഇൻറ്റു ഈ 13/20 അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞു വരും എത്ര? 20/13. 13 260 കൂടെ വെട്ടാം 2 തവണ. 13 2 26 20 അല്ലേ? അപ്പോൾ 20 × 20 സംഖ്യ എത്ര? 400 നമ്മുടെ സംഖ്യ. ഈ ചോദ്യത്തിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയുന്നത്. ഈ മെത്തേഡിൽ തന്നെ ആയിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. ഒരു സംഖ്യയുടെ 35% 260 കൂട്ടിയാൽ, അപ്പം 35% ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം 35 എന്നുള്ളത് നമ്മളിവിടെ പറയണം കേട്ടോ. 35% എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം 100% ടോട്ടൽ പറയുക. അപ്പം 35% പറഞ്ഞ് മിച്ചം എത്രയുണ്ട്? ഇനി 65% എന്ന് വെച്ചാൽ 65/100. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ പറഞ്ഞിരിക്കുന്ന ശതമാനത്തിൻ്റെ അകത്തുനിന്ന് അല്ലേ, അപ്പോൾ അത് 100ൽ നിന്ന് കുറച്ചേക്കുക. മിച്ചമുള്ളതാണ് നമ്മുടെ റിമൈനിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ്. അതാണ് ആദ്യം 65% എഴുതി. ഇനി എത്ര കൂട്ടിയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 260 കൂട്ടിയാൽ. അപ്പോൾ ആ 260 എത്ര കൂട്ടിയാലെന്ന് പറയുന്നു അതങ്ങോട്ട് എഴുതുക. ഇൻറ്റു ഇട്ടിട്ട് ഈ 65/100 നേരെ തിരിച്ച് കാണിച്ചാൽ മതി. എത്ര? 100/65. 65ഉം 260 കൂടെ 4 തവണ വെട്ടിപ്പോവും. 4 × 100 എത്രയാണ്? 400. അപ്പം നമ്മുടെ സംഖ്യ 400 ആണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒരു 3 ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 20% 320 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 45% 385 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 10% 81 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? 3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ആദ്യം ചോദ്യം വായിക്കുക. ഒരാൾ തൻ്റെ വേഗത്തിൻ്റെ 3/5 വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് വൈകി എങ്കിൽ ദൂരം പൂർത്തിയാക്കുന്ന പതിവ് സമയമെന്ത്? ഇപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സ്ഥിരമായി അയാൾ പോകുന്ന ഒരു വേഗതയുണ്ട്. ആ വേഗതയുടെ 5/3 വേഗത്തിലാണ് ഇപ്പോൾ അയാൾ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് 10 മിനിറ്റ് വൈകിയത്. നമ്മൾക്കറിയാം ഈ വേഗതയും സമയവും വിപരീത അനുപാതത്തിലാണ്. അപ്പം നമുക്ക് പതിവ് സമയമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സമയം കണ്ടുപിടിക്കാൻ ഞാൻ എടുക്കാൻ പോകുന്ന പരിപാടി ഇങ്ങനെയാണ്. പതിവായിട്ട് ഞാൻ പോകുന്ന സമയം എന്താണ്? 3x ആണ്. 3x മിനിറ്റാണ്. ഇന്ന് ഞാൻ പോയ സമയം എന്താണ്? അത് സമയത്തിന് കൂടുതലാണ്. അതാണ് ഞാൻ രണ്ടാമത്തെ ആളായ 5x എന്നെടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ പോയ സമയം ഇത്തിരി കൂടുതലായിരുന്നു, ഇന്നലെ പോയ സമയം ഇത്തിരി കുറവായിരുന്നു. അവ തമ്മിലുള്ള വ്യത്യാസമാണ് എത്ര മിനിറ്റായിട്ട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? 10 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര ഇടാം? 2x എന്നാണ് കിട്ടുക. ആ 2x ആണ് എത്ര? 10 മിനിറ്റ്. അപ്പോൾ x എത്രയായിരിക്കാം? 10/2 5 എന്ന് കിട്ടാം. ഇനി പറ പതിവ് സമയം. പതിവ് സമയത്തിന് 3x എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര? 3 × 5 15 മിനിറ്റ് കൊണ്ടാണ് ഞാൻ സാധാരണ ചെല്ലുന്നത്. ആദ്യം ചോദ്യം വായിക്കുക. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 ആയാൽ അതിലേറ്റവും ചെറിയ സംഖ്യ ഏത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. തുടർച്ചയായ ഇരട്ട സംഖ്യയുടെ ശരാശരി പറയാം.
എണ്ണൽ സംഖ്യയിലെ ശരാശരി, ഒറ്റ സംഖ്യയിലെ ശരാശരി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വൺ വേർഡ് പറയുകയാണ്. ഇവിടെ ഇരട്ട സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ് വേണ്ടത്. ഈ തന്നിരിക്കുന്ന ശരാശരിയിലേക്ക് നോക്കിയാൽ അതും എന്ത് തന്നെയാണ്, ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ അങ്ങനെ പറയും, വേണ്ടത് ഇരട്ട സംഖ്യ നമുക്ക് ശരാശരിയായിട്ട് ഇരട്ട സംഖ്യ തരും. വേണ്ടത് ഒറ്റ സംഖ്യയാണെങ്കിൽ ശരാശരിയായിട്ട് ഒറ്റ സംഖ്യ തരും. വേണ്ടത് എണ്ണൽ സംഖ്യ, ശരാശരിയായിട്ട് എണ്ണൽ സംഖ്യ. പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട സംഖ്യ തന്നെ ശരാശരിയായിട്ട് തന്നാൽ നമ്മൾ ആ സംഖ്യയെ മിഡിൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ മാത്രമേ മിഡിൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇനി നമ്മൾ ആലോചിക്കുക, നമുക്ക് വേണ്ട 5 സംഖ്യയിൽ മിഡിൽ നമ്പറായ 60, ഒരു സംഖ്യ കിട്ടി. അപ്പോൾ 5ൽ 1 കിട്ടി. ഇനി എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം. അപ്പോൾ ഈ 60നെ മിഡിലാക്കണമെങ്കിൽ 4ൻ്റെ നേർപകുതിയായ 2 സംഖ്യ വലതുവശത്തും 2 സംഖ്യ ഇടതുവശത്തും കാണിക്കണം. ഉണ്ടോ? അപ്പോൾ നമുക്ക് പറയാം 60 കഴിഞ്ഞ് വലസ്ഥലോട്ട് എഴുതിക്കുക 62, 64. 60 ഇടസ്ഥലത്തോട്ട് എഴുതിക്കുക 58, 56. അപ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ നമ്മുടെ സംഖ്യ ആൻസർ എത്രയാണ്? 56. അപ്പോൾ ആൻസർ നമ്മുടെ ഡി എന്ന് പറയുന്ന 56 നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തുടർച്ചയായി 7 ഒറ്റ സംഖ്യയിലെ ശരാശരി 123 ആയാൽ അതിലേറ്റവും വലിയ സംഖ്യ ഏത്? രണ്ടാമത്തെ, തുടർച്ചയായി 11 എണ്ണൽ സംഖ്യയിലെ ശരാശരി 75 ആയാൽ അതിലേറ്റവും ചെറിയ സംഖ്യ ഏത്? മൂന്നാമത്തെ, തുടർച്ചയായി 9 ഇരട്ട സംഖ്യയിലെ ശരാശരി 94 ആയാൽ അതിലേറ്റവും ചെറിയ സംഖ്യ ഏത്? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഇതിനകത്തുണ്ട്. ആൻസർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആദ്യം ചോദ്യം വായിക്കുക. 2/1000 മൈനസ് 2/999 എത്ര? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം അവർ പറഞ്ഞിരിക്കുന്നു 2/1000 മൈനസ് 2/999. നമ്മൾ ഇതിൻ്റെ അകത്തൊരു കോമൺ ഫാക്ടർ പുറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഈ 2/1000 എന്ന് വെച്ചാൽ 2/999 പിന്നെ ഒരു 2 അഥവാ 2/1. നമ്മൾ a/m × a/n പഠിച്ച a/m+n എന്നാകുമ്പോൾ നമുക്ക് ശരി 1000 ആയി, 2/1000 ആയി. അപ്പോൾ ഈ 2/1000നെ 2/999 ഇൻറ്റു 2/1 എന്ന് കാണിക്കണം. ഇവിടെയുള്ള 2/999 കാണിക്കേണ്ട, അങ്ങനെ തന്നെ കാണിച്ചാൽ മതി. വേണമെങ്കിൽ കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ഒരു ഇൻറ്റു 1 വെറുതെ കാണിച്ചു തരി. അത് നമുക്ക് പെട്ടെന്ന് കോമൺ ഏതൊരു സംഖ്യയുടെ കൂടെയും ഇൻറ്റു 1 ഉണ്ട് നമുക്കറിയാം, അവിടെ വെറുതെ കാണിച്ചു തരി. ഇനി നമുക്ക് 2ലും ആരാ കോമൺ ആയിട്ടുള്ളത്? 2ലും 2/999 കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഇവിടുന്ന് 2999 പോയാൽ മിച്ചം ആരുണ്ട്? 2/1 എന്ന് വെച്ചാൽ 2 മൈനസ് ഇവിടുന്നും 2/999 പുറത്തേക്ക് പോയി മിച്ചം ആരുണ്ട്? 1. കണ്ടോ? അപ്പോൾ 2/999 ഇൻറ്റു 2ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 1. അപ്പോൾ ആൻസർ എത്രയായി? 2/999. നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ആൻസർ സി ആണ്. ചോദ്യം വായിക്കുക. 154ൻ്റെ സ്ക്വയറിൻ്റെ വില കാണാൻ 153ൻ്റെ സ്ക്വയറിൻ്റെ വിലയോട് എത്ര കൂട്ടണം? അപ്പം നമ്മളത് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ആദ്യം എഴുതിയാൽ മതി. എന്താണ്? 153ൻ്റെ സ്ക്വയറിനോട് എത്ര കൂട്ടിയാൽ 154 സ്ക്വയർ കിട്ടും? അപ്പം നമ്മളത് എഴുതുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മളെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതും. 153ൻ്റെ സ്ക്വയറിനോട് ഏതോ ഒരു സംഖ്യ കൂട്ടി, ആ സംഖ്യ ഞാൻ എക്സ് എന്നെടുക്കുന്നു. അങ്ങനെ കൂട്ടിയപ്പോഴാണ് എനിക്ക് എത്ര കിട്ടിയത്? 154 സ്ക്വയർ കിട്ടി. അപ്പോൾ നമുക്ക് ആ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പുറത്തുള്ളതായ 154 സ്ക്വയർ ഇപ്പോൾ അങ്ങനെ നിന്നോട്ടെ. ഈ പ്ലസ് ആയ 153 സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എത്ര? -153 സ്ക്വയർ ആയിക്കോട്ടെ. നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഇക്വേഷൻ എന്താ? a² മൈനസ് b². എന്താണ് a² മൈനസ് b²? a² മൈനസ് b² എന്ന് വെച്ചാൽ a+b ഇൻറ്റു a മൈനസ് b എന്നാണ്. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ താഴെ എഴുതുന്നുണ്ട്. a² മൈനസ് b² എന്ന് വെച്ചാൽ ആദ്യം a+b പിന്നെ ഇൻറ്റു a മൈനസ് b. നമുക്കിവിടെ നിന്ന് ഉപയോഗിച്ച് നോക്കാം. ഇവിടെ a എന്ന് പറയുന്ന ആൾ 154 b എന്ന് പറയുന്ന ആൾ 153. അപ്പോൾ നമുക്ക് a+b എന്താണ്? a+b 154 പ്ലസ് 153 പിന്നെ a മൈനസ് b. അപ്പോൾ എത്ര? 154
മൈനസ് 153. നമുക്കിത് പ്ലസ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഓപ്ഷനിൽ 154 പ്ലസ് 153 എന്ന് തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അയാളെ മാറ്റണ്ട. 154 പ്ലസ് 153 ഇയാളെ മാറ്റിയിട്ടുണ്ട്. കാര്യം ഇയാളുടെ ഡിഫറൻസ് 1 ആണ്. 1 കൊണ്ട് ഏതൊരു സംഖ്യ ഇൻറ്റു ചെയ്താലും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി? 154 പ്ലസ് 153. നമ്മുടെ ബി എന്ന് പറയുന്ന ആൻസർ. നമ്മുടെ ആൻസർ ബി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ഒരു ദിവസത്തിൻ്റെ എത്ര ശതമാനമാണ് 72 മിനിറ്റ്? അപ്പോൾ അതിനോട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് 72 മിനിറ്റ് ബൈ ഒരു ദിവസം. ഇതാണ് കറക്റ്റായിട്ട് നമ്മൾ പറയുക. ഇൻറ്റു 100. അപ്പം നമുക്ക് മുകളിൽ താഴെ ഒരേ അളവാക്കി മാറ്റാം. അത് നമ്മൾ 72 മിനിറ്റാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിനെ നമ്മൾ മിനിറ്റാക്കി മാറ്റണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്. അപ്പോൾ വീണ്ടും നമുക്കതിനെ മിനിറ്റാക്കി മാറ്റണം. 72 ബൈ 24 ഉണ്ട്. മണിക്കൂറിനെ മിനിറ്റാക്കാൻ എത്രയോട് കൊടുക്കണം? ഇൻറ്റു 60 കൊടുക്കണം. പിന്നെ ഒരു 100 കാണിച്ചേക്കുക. ഇനി വെട്ടുക. 72ഉം 24ഉം കൂടെ 3 തവണ വെട്ടാം. 3ഉം 60ഉം കൂടെ 20 തവണ വെട്ടാം. 20ഉം 100ഉം കൂടെ 5 തവണ വെട്ടാം. അപ്പോൾ എത്ര ശതമാനമായി? 5%. ആദ്യം ചോദ്യം വായിക്കുക. 1800-ന് എത്ര ഘടകങ്ങളുണ്ട്? അപ്പം നമുക്കൊരു ചോദ്യം തന്നിട്ട് ഇയാൾക്ക് എത്ര ഘടകങ്ങളുണ്ട് സംഖ്യ തന്നിട്ട് ചോദിക്കുന്നു. എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ തന്നിരിക്കുന്ന സംഖ്യ 1800-നെ ഘടകങ്ങളാക്കുക. ഘടകങ്ങളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈം നമ്പേഴ്സായ 2, 3, 5, 7, 11 പോലെയുള്ള അഭാജ്യ സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് ഘടകങ്ങൾ ആക്കാവൂ. അപ്പോൾ ഇയാൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് നമ്മൾ എത്ര? 18-ൽ 9 തവണയുണ്ട്. ആ 2 0 അതുപോലെ തന്നെ കാണിച്ചു. വീണ്ടും 2 കൊണ്ട് 9-ൽ 4 തവണ, ശിഷ്ടം 1, 10-ൽ 5 തവണ 0. വീണ്ടും 2 കൊണ്ട് പറ്റും. 4-ൽ 2 തവണ, 50-ൽ 25 തവണ. അങ്ങനെയൊക്കെ എടുത്ത് വേണം ചെയ്തോട്ടോ. ഇനി നമുക്ക് 2 കൊണ്ട് പറ്റില്ല, പക്ഷെ 3 കൊണ്ട് പറ്റും. എങ്ങനെ മനസ്സിലായി 3 കൊണ്ട് പറ്റുമെന്ന്? ആ 225-ൻ്റെ അക്കങ്ങളെ കൂട്ടിക്കുക. 2 + 2 + 5 9 എന്ന് കിട്ടും. ആ 9-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഈ സംഖ്യയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് നോക്കി. 22-ൽ എത്ര പ്രാവശ്യമുണ്ട്? 3. 7 3 21, ശിഷ്ടം 1, 15 15-ൽ 5 തവണ. വീണ്ടും നമുക്ക് 3 കൊണ്ട് പറ്റും. 7-ൽ എത്ര പ്രാവശ്യമുണ്ട്? 2 തവണ, ശിഷ്ടം 1, 15-ൽ 5 തവണ. ഇനി 3 കൊണ്ട് പറ്റില്ല. നമുക്കറിയാം 25 വെച്ചാൽ 5 × 5, അപ്പോൾ 5 5. അപ്പോൾ താഴെ ഒരു പ്രൈം നമ്പർ കിട്ടുന്നവരെ ചെയ്തു വരണം. ഇനി നോക്കുക. നമുക്ക് എത്ര? 2 എത്ര എണ്ണം ഉണ്ട്? 1 2 3. അപ്പോൾ 2 3 ഇൻറ്റു 3 എന്ന് എഴുതി. 3 എത്ര എണ്ണം ഉണ്ട്? 1 2. ഇനി 5 എത്ര എണ്ണം ഉണ്ട്? 2 1 2. അങ്ങനെ ആദ്യം നമ്മൾ ആ തന്നിരിക്കുന്ന ആളെ ഇങ്ങനെ പവറാക്കി എഴുതുക. അപ്പം 1800 എന്ന് വെച്ചാൽ 2 3 ഇൻറ്റു 3 2 ഇൻറ്റു 5 2 എന്നാണ്. ഇങ്ങനെ പവറായിട്ട് എക്സ്പ്രസ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യണം? എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കണം. ആദ്യം കിടക്കുന്ന പവർ എത്ര? 3 അല്ലേ? അപ്പോൾ 3 + 1 പവർ +1 അങ്ങനെയാണേ. ഇൻറ്റു വീണ്ടും അടുത്ത പവർ എടുക്കുക. എത്രയാണ്? അതും പവർ +1. എല്ലാം പവർ +1. 2 + 1. അടുത്തത് വീണ്ടും എത്ര? 2 + 1. കണ്ടോ? പവർ +1 പവർ +1 പവർ +1 എത്ര? 4 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര കിട്ടി? 36. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ്. 36 ഘടകങ്ങൾ ഉണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു 3 ക്വസ്റ്റ്യൻ. 108-ന് എത്ര ഘടകങ്ങളുണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 700-ന് എത്ര ഘടകങ്ങളുണ്ട്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 729-ന് എത്ര ഘടകങ്ങളുണ്ട്? ചോദ്യം വായിക്കുക. 8/8-ന്റെ പകുതി എത്ര? അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ഏതൊരു സംഖ്യയുടെയും പകുതി ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആ സംഖ്യ ബൈ 2 എന്നാണ് പകുതിയുടെ അർത്ഥം. ഇവിടെ ആ 2ഉം 8ഉം തമ്മിലൊന്നും വെട്ടരുത്. കാര്യം ഒരു പവർ കിടപ്പുണ്ട്. പവർ കിടക്കുമ്പോൾ നമുക്കങ്ങനെ വെട്ടാൻ പറ്റില്ല. എക്സ്പോണൻസിൻ്റെ റൂള് മാത്രം ഉപയോഗിക്കാവൂ. a/m × a/n പോലെയുള്ള a/n / a/m / a/n പോലെയുള്ള സംഖ്യകളുടെ നിയമം മാത്രം ഉപയോഗിക്കാവൂ.
അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. അതിനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഡിനോമിനേറ്റർ 2 കിടക്കുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് ആ 2 മാറ്റണം. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ റൈസ് ടു 8 അവിടെ തന്നെ നിർത്തിയേക്കണം. ആ പവർ കിടക്കുന്ന 8. ഇനി അതിനകത്തുള്ള ഈ 8 നമുക്കൊന്ന് മാറ്റണം. 8 എന്നുള്ളത് എങ്ങനെയാണ്? 8 എന്നുള്ളത് നമുക്ക് 2 കൊണ്ട് മാറ്റാം. 4 തവണ വീണ്ടും 2 കൊണ്ട് ഉണ്ടോ, 2 ക്യൂബ് എന്ന് അയാളെ കാണിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. എ റൈസ് ടു എം എൻ എന്നാണ്. വേറെ ഒന്നുമില്ല, ഒരു സംഖ്യയ്ക്ക് തന്നെ 2 പവറുകൾ. ഇവിടെ തന്നെ 2 എന്ന് പറയുന്ന ആൾക്ക് 3 എന്ന് പറയുന്ന പവറും 8 എന്ന് പവറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 2 കൂടെ ഗുണിക്കണം. ആ 2 എന്ന് കാണിച്ചിട്ട് 3 ഇൻറ്റു 8 എന്ന് കാണിക്കണം. ഡിവൈഡ് ബൈ 2 അങ്ങനെ തന്നെ. 2 റൈസ് ടു n 3 24 എന്നാണ്. ഡിവൈഡ് ബൈ 2 വെറുതെ 2 കാണിച്ചാൽ പവർ 1 എന്നാണ്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് വെച്ചാൽ ആരാണ്? എ റൈസ് ടു എം മൈനസ് എൻ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 റൈസ് ടു 24 മൈനസ് 1. അപ്പോൾ നമ്മുടെ ആൻസർ 2 റൈസ് ടു 23 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ.